സമയത്തിനുള്ളിൽ തന്നെ ഇത് ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. റാഫി കരീം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി ഉള്ളത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ്. അവിടെയാണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. റാഫി, ഗുരുതരമായ മർദ്ദനം അതിനു മുമ്പ് ഐവിൻ ഏറ്റിരുന്നു എന്ന വിവരമുണ്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരനെ ഇടിച്ച് വാഹനത്തിൻ്റെ ബോണറ്റിൽ ഇരുത്തി ദൂരെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ച് കടക്കാൻ ഈ പ്രതികൾ ശ്രമിച്ചത്. ഒരു ആസൂത്രിത കൊലപാതകം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളതെല്ലാം ഇതിനോടകം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ പരിക്കുകളൊക്കെ സംബന്ധിച്ച് റാഫി? വിജയകുമാർ, ഇപ്പോൾ ഐവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടി ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ കൈക്കൊണ്ടുപോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടത് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു മർദ്ദനത്തിന് ഈ ഐവിൻ ഇരയായി എന്നുള്ളതാണ്. ഐവിനെ സാരമായി പരിക്കേൽക്കുന്ന നിലയിൽ ക്രൂരമായി തന്നെ മർദ്ദിച്ചു ഈ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. ഐവിൻ്റെ മുഖത്ത് ഇവർ കൈകൊണ്ട് ഇടിച്ച പാടുകളുണ്ട്. ഈ മർദ്ദനത്തിൽ ഐവിൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നിട്ടുണ്ട്. വലിയ തോതിൽ ഈ പാലം തകർന്നുകൊണ്ട് വലിയ തോതിൽ രക്തം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഐവിൻ്റെ ശരീരത്തിലും ഗുരുതരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഐവിൻ്റെ കയ്യിൽ ഗുരുതരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഐവിൻ്റെ കൈ ഇവർ പിടിച്ച് തിരിച്ചൊടിച്ചു എന്നുള്ള രീതിയിൽ ആ നിലയിലുള്ള പരിക്കുകൾ ഐവിൻ്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഈ കാറിൻ്റെ ബോണറ്റിൽ കയറ്റി ഐവിനെ ജീവനോടുകൂടി ഇവർ കൊണ്ടുപോകുമ്പോൾ ഗുരുതരമായ പരിക്ക് ഐവിൻ്റെ ശരീരത്തിലേറ്റിട്ടുണ്ട്. ഐവിൻ്റെ ജനനേന്ദ്രിയത്തിലും ഒപ്പം തന്നെ കാലുകൾക്കുമെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കാറിലിരുത്തിയുള്ള ഈ യാത്ര ഇതിലെല്ലാം ചെയ്യുമ്പോൾ ഐവിന് ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ര ക്രൂരമായ മനോഭാവത്തോടു കൂടി അത്ര ക്രൂരമായി തന്നെയാണ് ഈ ഐവിന് മർദ്ദനമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ആസൂത്രിതമായി ഒരാളെ ടോർച്ചർ ചെയ്ത് കൊല ചെയ്തു എന്ന രീതിയിൽ ആ നിലയിലുള്ള മനോഭാവമാണ് ഈ പ്രതികൾക്കുള്ളത് എന്നുള്ളതാണ് ഈ മർദ്ദനത്തിൻ്റെ വിവരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ കുടുംബവുമായും ഒപ്പം തന്നെ ഐവിന് സുഹൃത്തുക്കളുമായെല്ലാം സംസാരിച്ചിരുന്നു. 10 മണിക്കായിരുന്നു ഐവിന് കാഫ്സിലെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഈ ഡ്യൂട്ടിക്ക് കയറുന്നതിന് വേണ്ടിയാണ് ഐവിൻ വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെടുന്നത്. ഇതിനിടയിലുണ്ടായ ചെറിയൊരു അപകടവും അതിന് ഒപ്പമുണ്ടായ ഒരു തർക്കവും അതാണ് ഒരു 24 വയസ്സുകാരൻ്റെ അരുംകൊലയിലേക്ക് ക്രൂരമായി മർദ്ദിച്ചുള്ള അരുംകൊലയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഈ കുടുംബങ്ങളിൽ നിന്നും ഒപ്പം തന്നെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസിൽ നിന്നുമെല്ലാം പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ എന്തായാലും കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. എത്ര ക്രൂരമായ മർദ്ദനം അയാൾ കേട്ടിരുന്നു, ഐവിന് ഏറ്റിരുന്നു എന്നതിൻ്റെ വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരും. റാഫി കരീം വിവരങ്ങൾ നൽകിയത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നാണ്.